ഹരേ കൃഷ്ണ. ജൂൺ മാസം വൃശ്ചിക രാശിക്കാരുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരും? ജോലി, ധനം, കുടുംബം, ആരോഗ്യം, വിവാഹം തുടങ്ങി എല്ലാ വിഷയങ്ങളിലും ജൂൺ മാസം ഈ രാശിക്കാർക്ക് അനുകൂലമാണോ? ഏതിനാണ് ജാഗ്രത വേണ്ടത്? അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഞാൻ വിശദീകരിക്കുന്നത്. ജൂൺ മാസം വൃശ്ചിക രാശിക്കാർക്ക് ചില ഉയർച്ചകളും താഴ്ചയും ഒക്കെയുള്ള കാലഘട്ടമായിരിക്കും. ഗ്രഹങ്ങളായ രാഹു, കേതു, ശനി, വ്യാഴം എന്നിവയുടെ ചലനം വിവിധ മേഖലകളിൽ ഫലപ്രദമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. രാശിചക്രത്തിൽ 8ാമത്തെ രാശിയാണ് വൃശ്ചിക രാശി. വൃശ്ചിക രാശിയുടെ സ്വാമി ചൊവ്വയാണ്. അപ്പോൾ ഈ വൃശ്ചിക രാശിയിൽ നിങ്ങളുടെ ജന്മം എന്തിനാണ് എടുത്തത്? ഇതിൻ്റെ പുറകിൽ നിങ്ങൾ ഈ ലോകത്തിന് കൊടുക്കുവാനായിട്ട് വന്നവരാണ്, വാങ്ങിക്കുവാൻ അല്ല. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എപ്പോഴും അത് ഓർമ്മ വേണം. നിങ്ങളുടെ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് മാത്രം ഉയർത്തുവാൻ പോകുന്ന ഒരു രാശിയാണ് വൃശ്ചിക രാശി. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഓരോ നിമിഷവും പ്രവർത്തിക്കാൻ. നിങ്ങൾക്ക് ഈ ലോകത്ത് തരുവാൻ ആരുമില്ല, നിങ്ങൾക്ക് കൊടുക്കുവാൻ മാത്രമേ ഉള്ളൂ. മുൻജന്മ പ്രാരാബ്ദം കൊണ്ട് മാത്രമാണ് ഈ വൃശ്ചിക രാശിയിൽ ജന്മമെടുക്കുന്നത്. ചൊവ്വ ഇപ്പോൾ 9th ഹൗസിലാണ്. 7 ജൂണിന് ശേഷം അത് 10th ഹൗസിലേക്ക് മാറുന്നു. 4th ഹൗസിൽ രാഹു, 5th ഹൗസിൽ ശനി, 6th ഹൗസിൽ ശുക്രനും വീനസും സെയിം. 7th ഹൗസിൽ സൂര്യനും ബുധനും, 8th ഹൗസിൽ വ്യാഴം, 10th ഹൗസിൽ കേതു. ഇങ്ങനെയാണ് ഇപ്പോൾ ഈ മാസം. ജൂൺ മാസം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് വീക്കായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ ഹെൽത്ത് നോക്കുന്നത് എപ്പോഴും 1st ഹൗസിൽ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചൊവ്വ ഇപ്പോൾ ഇരിക്കുന്നത് 9th ഹൗസിലാണ്. അപ്പോൾ 10th ഹൗസിലോട്ട് അത് 7 ജൂണിന് ശേഷം വരുന്നതായിരിക്കും. അപ്പോൾ ചൊവ്വ നീചസ്ഥിതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ വ്യാഴം 8th ഹൗസിൽ അത്ര നല്ലതല്ല. അപ്പോൾ കുറച്ച് ഇമ്മ്യൂണിറ്റി പ്രോബ്ലം, നിങ്ങളുടെ ഒരു കുറച്ചൊന്ന് വീക്കായിട്ട് ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ 5th ഹൗസിൽ ശനിയുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നിങ്ങളുടെ വയറ് സംബന്ധമായ രോഗങ്ങൾക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഹാരം നിയന്ത്രിക്കണം. പുറത്തുനിന്നുള്ള ആഹാരം തീർത്തും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ മാത്രം കഴിക്കുക. പക്ഷെ എല്ലാത്തിനും ഒരു ശ്രദ്ധ തന്നെ വേണം. ഇപ്പോൾ ഈ ഒരു മാസത്തേക്കല്ല, അടുത്ത ഒരു വർഷത്തേക്കാണ് വ്യാഴം നിങ്ങൾക്ക് 8ൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, വയറ് സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ചെറിയത് വലുതൊന്നുമല്ല, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കും. മെയ് 26, 2026 വരെ വ്യാഴം 8ലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, വയറ് റിലേറ്റഡ് ആയിട്ടുള്ള, സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യേണ്ടത് അത് അത്യാവശ്യമാണ്. അപ്പോൾ ആൽക്കഹോളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അത് കണ്ട് വേണം ചെയ്യുവാനാണ്. കുട്ടികളുടെ എഡ്യൂക്കേഷനും 5ാമത്തെ ഭാവമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 5th ഹൗസിൽ ശനിയാണ്, ഓൾറെഡി പറഞ്ഞു. അപ്പോൾ പുതിയ അഡ്മിഷനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് ഒഴിവാക്കി ജൂലൈയിൽ ചെയ്യിക്കുന്നതായിരിക്കും ബെറ്റർ. എല്ലാത്തിനും ഒരു കൺഫ്യൂഷൻ, എല്ലാത്തിനും വരാനുള്ള ഒരു സാധ്യത ഈ മാസം, ജൂൺ മാസം ഉണ്ട്. അപ്പോൾ ജൂൺ 6 വരെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ജൂൺ 7 മുതൽ ഈ മാസം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. നിങ്ങൾക്ക് ജൂലൈയിൽ അത് നല്ലൊരു സമയമായിരിക്കും. ആ സമയം നിങ്ങൾക്ക് പുതിയ അഡ്മിഷനൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും. ഇപ്പോൾ എന്തിനും ഒരു കൺഫ്യൂഷൻ, ഞാൻ ഇത് ചെയ്യണോ അത് ചെയ്യണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ്. നിങ്ങളുടെ ലവ് റിലേഷൻ, അത് നിങ്ങളുടെ 5th ഹൗസിൻ്റെ സംബന്ധിച്ചാണ് നോക്കുന്നത്. 5th ഹൗസിൽ ശനിയാന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. ജൂൺ 7 ശേഷം ചൊവ്വയുടെ ദൃഷ്ടി 5ാം ഭാവത്തിൽ വരുന്നതോടുകൂടി ലവ് റിലേഷനിൽ കുറച്ചൊന്ന് നന്നാവും. കഴിഞ്ഞ കാലങ്ങൾ ഉണ്ടായിരുന്ന അതൊക്കെ ഒന്ന്, ആ പരിഭവമൊക്കെ മാറി ഒന്ന് ബെറ്റർ ആകാനുള്ള
ചാൻസാണ് കാണുന്നത്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആരോടും ആരോടാണോ ലവ് റിലേഷൻ ചെയ്യുന്നത് അവരുടെ സ്വഭാവം കുറച്ച് ഒരു സ്റ്റബൺ എന്ന് പറഞ്ഞാൽ നിർബന്ധ ബുദ്ധി, പിടിവാശി ഒക്കെ കാണിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കണ്ട് നിങ്ങൾ സംസാരം കൺട്രോൾ ചെയ്യുക. അപ്പോഴേക്കും ആ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ 7 ജൂണിന് ശേഷം കുറച്ച് ബെറ്ററായിട്ട് വരും. എന്തെന്നാൽ ഇപ്പോൾ ശനി, നിങ്ങളുടെ കണ്ടക ശനി എല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. എങ്കിലും ആദ്യമൊക്കെ കുറച്ചൊന്ന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. മാരീഡ് ലൈഫ്, ദാമ്പത്യ ജീവിതം, അത് 7th ഹൗസിന് റിലേറ്റഡ് ആണ്. 7th ഹൗസിൽ സൂര്യനും ബുധനുമാണ്. അപ്പോൾ ഈ മാസം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. 15 ജൂൺ വരെ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക. അത് കഴിയുമ്പോഴത്തേക്കും നല്ലതായിരിക്കും. നിങ്ങളുടെ കോപം കുറച്ച് കൺട്രോൾ ചെയ്യുക, ദേഷ്യപ്പെടാതിരിക്കുക. എന്ത് സംസാരിച്ചാലും ഓർത്ത് കണ്ട് സംസാരിക്കുക. ഭാഗ്യം എങ്ങനെയിരിക്കും? ഇപ്പോൾ ചൊവ്വ ഇരിക്കുന്നത് 9th ഹൗസിൽ. അപ്പോൾ 7 ജൂണിന് ശേഷം അത് 10th ഹൗസിലേക്ക് പോകുക. ആ സമയം നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ്. പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിനും ഇൻവെസ്റ്റ്മെൻറ്റിനും ഷെയർ മാർക്കറ്റിനും ഒക്കെ നല്ല കാര്യങ്ങൾ എല്ലാം ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷെ ആലോചിച്ച് ശേഷം ചെയ്യുക. ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഒരു കാൽക്കുലേറ്റീവായ ഒരു കണക്ക് കൂട്ടലുകൾ നിങ്ങൾക്ക് വേണം. അങ്ങനെ ചെയ്യുക. പിന്നെ 7 ജൂണിന് ശേഷം എല്ലാം ചെയ്താൽ മതി. അതുവരെ നിങ്ങൾ ചെയ്യേണ്ട എല്ലാം നോക്കിക്കണ്ട് എങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ച് എല്ലാം ചെയ്യുക. സമയം, ഭാഗ്യം നിങ്ങളുടെ കൂട്ടത്തിലാണ്. അതിനുവേണ്ടി പേടിക്കേണ്ട കാര്യമില്ല. പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതിനും എല്ലാത്തിനും നല്ല സമയം. നിങ്ങളുടെ കരിയർ, ജോലി എങ്ങനെയെന്ന് നോക്കാം. സൂര്യൻ ഇപ്പോൾ 7th ഹൗസിലിരിക്കുകയാണ്. 15 ജൂണിന് ശേഷം അത് 8th ഹൗസിലേക്ക് പോകുന്നു. അപ്പോൾ 15 ജൂൺ വരെ വളരെ നല്ലൊരു സമയമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ, അത് താരതമ്യപ്പെടുത്തുവാണെങ്കിൽ ഇപ്പോൾ ആ കഷ്ടതകളെല്ലാം ഒന്ന് മാറി വരുന്നു. എല്ലാത്തിനും ഒരു നല്ല സമയം വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് ഒന്നും കൂടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. വൃശ്ചികരാശിക്കാർക്ക് ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് മാത്രമേ കിട്ടുകയുള്ളൂ കേട്ടോ. തീർച്ചയായും ഇപ്പോൾ അതെല്ലാം ആ കഷ്ടതകളെല്ലാം കുറഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കോപം നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ഡയറക്റ്റായിട്ട് ഒന്നിനോടും പ്രതികരിക്കാതിരിക്കുക. എന്തെങ്കിലും മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ നടത്തുന്നതിനും നല്ലൊരു സമയം ആണ്. അപ്പോൾ 15 ജൂണിന് ശേഷം സൂര്യൻ 7th ഹൗസിൽ നിന്നും 8th ഹൗസിലേക്ക് വരുന്നു. അപ്പോൾ കുറച്ച് കൺട്രോൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്ന നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ആ എടുത്തുചാട്ടം, നിങ്ങളുടെ കോപം, ഡയറക്റ്റ് ഉള്ള സംസാരം, അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. എല്ലാം നല്ലതാണ്. ബിസിനസ് ജൂൺ 15 വരെ വളരെ നല്ല സമയമാണ്. ശേഷം കുറച്ച് ചെറിയ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ എല്ലാത്തിനും എപ്പോഴും വൃശ്ചികരാശിക്കാർക്ക് എപ്പോഴും അലേർട്ടായിട്ടിരിക്കേണ്ടതാണ്. നിങ്ങളുടെ ഡയറക്റ്റുള്ള ആ സംസാരം ഒരിക്കലും ഇപ്പോൾ എല്ലാത്തിനും ഒന്ന് കൺട്രോൾ ചെയ്യുക. കോപം കൺട്രോൾ ചെയ്യുക. എല്ലാം നല്ലതായി വരും. അപ്പോൾ ഉപായങ്ങൾ എന്തൊക്കെ? ഗുരു ബീജമന്ത്രം 108 പ്രാവശ്യം, സൂര്യ ബീജമന്ത്രം, മംഗൾ ബീജമന്ത്രം, പിന്നെ ഹനുമാൻ ചാലിസ ചെയ്യാവുന്നതൊക്കെ നിങ്ങൾ ചെയ്യുക. പിന്നെ സൂര്യദേവനെ രാവിലെ നിങ്ങൾക്ക് ജല അർപ്പണം ചെയ്യാവുന്നതാണ്. അത് ഡെയിലി നിങ്ങൾ മുടങ്ങാതെ എല്ലാവരും ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോ ഇത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നക്ഷത്രം എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടാനും, പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. ഗോഡ് ബ്ലെസ് യു.